ഇന്ന് വ്യത്യസ്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള അട ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം പോരാ തോന്നിയപ്പോൾ 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഇതാണ് മാവിൻ്റെ പാകം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. 7 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയത്. കല്ലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അരിക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 കപ്പ് അവലും കൂടി ചേർത്തിട്ടുണ്ട്. അവൽ നിർബന്ധമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. പിന്നെ 2-3 ചെറുപഴം കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്, വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പരത്തി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ദോശ പരത്തുന്നത് പോലെ പരത്തി കൊടുക്കാം. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. സിമ്പിളാണ് പരത്തിയെടുക്കാൻ. അപ്പോൾ നൈസ് അട നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അടയിൽ മാവിട്ട് അങ്ങനെ കൈകൊണ്ട് പരത്തിയതിന് ശേഷം കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. ഇതിപ്പോൾ വേറൊരു മെത്തേഡാണ്. എന്നിട്ട് കൂട്ട് ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി. ഇനി സൈഡൊക്കെ വിട്ട് പോരുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ മടക്കി നമുക്ക് ഈർക്കിൽ കുത്തി കൊടുക്കാം. അപ്പം ഞാൻ 3 ഭാഗവും ഈർക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ. ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അടയൊക്കെ വെന്തു. സോഫ്റ്റ് അട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.